കേരളത്തിൽ LBSന്റെ കീഴിലുള്ള BSc നഴ്സിംഗ് അതേപോലെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല. പകരം നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്കിലെ, അതായത് +2 മാർക്കിന്റെ ബേസിലാണ് ഈ അഡ്മിഷൻ നടക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾമോസ്റ്റ് വളരെ പെട്ടെന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അതിൽ ടൈറ്റിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, LBS 2024ന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് www.lbscenter.kerala.gov.in എന്നുള്ള സൈറ്റാണ്. സൈറ്റ് ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്തു. ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം, സിഗ്നേച്ചർ ഉണ്ടാവണം, രണ്ടും JPEG ഫോർമാറ്റിലായിരിക്കണം. അത് നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ ഡേറ്റ് വേണമെന്നോ വേണ്ടെന്നോ ഒന്നും പ്രശ്നമില്ല, ഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം, വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം. ഇത് പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു വാലിഡ് മൊബൈൽ നമ്പറും വാലിഡ് ഇമെയിൽ IDയും ഉണ്ടാവണം. ഇത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന ഡോക്യുമെന്റ്, ഇപ്പൊ നിങ്ങൾ EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ OBC NCL പെട്ടവരാണെങ്കിൽ, SC ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർക്കൊക്കെ ഡോക്യുമെന്റുകളും കയ്യിൽ കരുതണം. അത് ഏതൊക്കെയാ ഡോക്യുമെന്റ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇനി രജിസ്ട്രേഷൻ ഓൺലൈൻ മോഡിൽ മാത്രമാണ്. നിങ്ങൾ ഇതിന്റെ ഒരു കോപ്പി പോലും LBSലേക്ക് ബൈ പോസ്റ്റ് അയക്കേണ്ടതില്ല, ഓൺലൈൻ മാത്രമാണ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് BSc നഴ്സിംഗിനും പാരാമെഡിക്കലും ഏതിനൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്ന എപ്പോഴാണ്? റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം. ഇപ്പൊ നിങ്ങൾ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ കൊടുക്കുന്ന രജിസ്ട്രേഷൻ അനുസരിച്ച് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് മാർക്കൊക്കെ തന്ന് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ റാങ്കിൽ പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ ആ ചോദ്യം, അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യം ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടതില്ല, റൈറ്റ്? ഇനി അതിന്റെ സ്റ്റെപ്സ് നോക്കുക. സ്റ്റെപ്സ് വളരെ സിമ്പിൾ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ കയറുക. അതിൽ വേരിയസ് അലോട്ട്മെന്റ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ ഫോർ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ 2024 എന്നുണ്ടാവും, അതാണ് നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുക. കാറ്റഗറി അവിടെ മെൻഷൻ ചെയ്യണം. ഇതിനനുസരിച്ചാണ് പിന്നീട് ഫീ പേയ്മെന്റ്. അപ്പൊ അതിൽ കാറ്റഗറി കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഫീ പേയ്മെന്റിലേക്ക് പോവാം. അപ്പൊ ഈ കാറ്റഗറിയിൽ SC ST കൊടുത്ത കാറ്റഗറിക്ക് മാത്രം എന്താണ്? 400 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ബാക്കി എല്ലാവർക്കും, അത് OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, എല്ലാവർക്കും 800 രൂപയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കാറ്റഗറി കൊടുത്തത് കൊണ്ട് നേരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യും എത്രയാണ് ഫീ എന്നുള്ളത് അവിടെ കാണിക്കും, അത് പേ ചെയ്താൽ മതി. അപ്പൊ SC ST കാറ്റഗറിക്ക് 400 രൂപയും മറ്റുള്ളവർക്ക് 800 രൂപയുമാണ് രജിസ്ട്രേഷൻ. ഇത് നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ചു കിട്ടില്ല, റൈറ്റ്? അപ്പൊ ഈ ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ചോ ചെയ്യാം. അങ്ങനെ ഫീ പേയ്മെന്റ് ചെയ്താൽ അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് ബാക്കി പ്രോസസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു 24 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടും, ഫീ അടച്ചതിന്റെ ഡീറ്റെയിലും കിട്ടും. അപ്പൊ അപ്ലിക്കേഷൻ നമ്പറും ഫീ ഡീറ്റെയിലും കിട്ടിയാൽ അത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അത് നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും ഫീ ഡീറ്റെയിലും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടോ കോപ്പിയോ എടുത്ത് വയ്ക്കുക. ഓക്കെ, അത് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത പ്രോസസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ പ്രോസസ്സ് കഴിഞ്ഞു, ഫീ പേയ്മെന്റ് സക്സസ് ആയി, നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും ഫീ ഡീറ്റെയിലും കിട്ടി. പിന്നെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതേ പ്രൊസീജിയറിൽ നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ അല്ല, ലോഗിൻ ആണ്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അപ്ലിക്കേഷൻ നമ്പറും ഫീ ഡീറ്റെയിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ID കിട്ടും. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയത് എന്താ? ഒരു രജിസ്ട്രേഷൻ ID. വീണ്ടും അഗെയിൻ നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷനിലേക്ക് വരുന്നു. ഓക്കെ, അതെല്ലാം ക്ലോസ് ചെയ്തു, വീണ്ടും രജിസ്ട്രേഷനിലേക്ക് വന്നു. ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ID ആണ് കൊടുക്കേണ്ടത്, ഈ കിട്ടിയ രജിസ്ട്രേഷൻ ID. അപ്പൊ ആദ്യം നിങ്ങൾ ബേസിക് ഡോക്യുമെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ബേസിക് ഡീറ്റെയിൽ കൊടുത്ത് ഫീ പേയ്മെന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ കിട്ടി. അപ്ലിക്കേഷൻ നമ്പർ കൊണ്ട് നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID കിട്ടി. ഇനി അങ്ങോട്ടെല്ലാം രജിസ്ട്രേഷൻ ID മാത്രം മതി. ഈ രജിസ്ട്രേഷൻ IDയും നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതായത് +2ന്റെ മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഫോട്ടോയോ സിഗ്നേച്ചർ പോലുള്ള സാധനങ്ങൾ, റിസർവേഷൻ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം കൊടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേവ് ആൻഡ് അങ്ങനെ കൊടുത്തു പോവാം, സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു പോവാം.
എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ നിങ്ങൾ ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ വരെ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ കിട്ടിയാൽ ആ കൺഫർമേഷൻ പേജിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഇത് മസ്റ്റ് ആണ്. ഓക്കെ, ഈ കൺഫർമേഷൻ പേജിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ല. അപ്ലൈ ചെയ്തതിന് ആകെയുള്ള തെളിവ് ഈ പ്രിന്റ് ഔട്ട് ആണ്. അപ്പൊ ഇവിടെ വരെ കഴിയുന്നതോടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇനി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഡോക്യുമെന്റ്, ഏതൊക്കെ ഡോക്യുമെന്റ് വേണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെ സ്റ്റെപ്സ് അല്ല, ഞാൻ രജിസ്ട്രേഷന്റെ സ്റ്റെപ്സ് മാത്രം പറഞ്ഞു. കോഴ്സുകൾ ഏതൊക്കെയാണ്, അപ്രോക്സിമേറ്റ്ലി കോഴ്സിന്റെ ഫീ എത്രയാണ്, അതേപോലെ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ പറയാം. ഇനി ഇതിലെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 അപ്പോൾ അതായത് ജൂൺ 15 മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം, പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ഉള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12 കേട്ടോ. ജൂൺ 12 വരെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാം, ബട്ട് ജൂൺ 15 നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ എലിജിബിലിറ്റി നോക്കുക. എലിജിബിലിറ്റിയിൽ BSLP ഒഴികെ ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും, BSc നഴ്സിംഗും മറ്റു പാരാമെഡിക്കലിലും ഒക്കെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, PCB ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. അപ്പോൾ BSLP ഒഴികെ ബാക്കി എല്ലാ കോഴ്സുകൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അതില് ഇതിന് മൂന്നിനും കൂടെ ചേർത്ത് 50% ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്, PCB ആണ്. അതിന് മൂന്നിനും കൂടെ ചേർത്ത് 50% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം +2. എന്നാൽ BSLPക്ക് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബയോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല. ബയോളജി അല്ലെങ്കിൽ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് അഡീഷണലി പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ചില കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4ഉം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതിനാണോ, ഫിസിക്സ്, കെമിസ്ട്രിക്ക് അങ്ങനെ തന്നെ എടുക്കും. ഈ ബയോളജി അല്ലെങ്കിൽ മാത്സ് 2ഉം പഠിച്ച കുട്ടികൾക്ക് ഇതിൽ ഏതിനാണോ ഹയസ്റ്റ് മാർക്ക് അത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി മസ്റ്റ് ആണ്. പാരാമെഡിക്കൽ കോഴ്സിനും BSc നഴ്സിംഗിനും ഒക്കെ ബയോളജി വേണം. BSLPക്ക് ബയോളജി വേണം നിർബന്ധമില്ല. നിങ്ങൾ മാത്സ് പഠിച്ചവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെയും നിങ്ങൾ ഈ പറഞ്ഞ 2 കമ്പൽസറി സബ്ജക്റ്റിനും ഓപ്ഷനിലൂടെ ചേർത്ത് 50% ടോട്ടൽ മാർക്ക് ഉണ്ടാവണം +2. എന്നാൽ SC, ST, OEC കാറ്റഗറിക്ക് 45% മാർക്ക് അപ്ലൈ ചെയ്യാൻ മതിയാവും. ഓക്കെ, ഇനി 2 കാറ്റഗറി ആയിട്ടാണ് കുട്ടികളെ പരിഗണിക്കുക, കേരളൈറ്റ് ആൻഡ് നോൺ കേരളൈറ്റ്. ഇതിൽ നമ്മൾ പറയുന്ന എല്ലാ റിസർവേഷനും മാർക്ക് മാത്രമേ കിട്ടൂ, കേരളൈറ്റിനെ കിട്ടൂ. നോൺ കേരളൈറ്റിന് റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല, അപേക്ഷിക്കാമെന്ന് മാത്രം. ഇനി ഏജ് നോക്കുക. മിനിമം 17 വയസ്സുണ്ടാവണം. മിനിമം പ്രായം 17 വയസ്സാണ്. എന്നാൽ മാക്സിമം BSc നഴ്സിംഗിന്റെ കാര്യത്തിൽ 35 വയസ്സാണ്. ഇനി ഈ സർവീസ് കോട്ടയിലൊക്കെ ഉള്ള അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് അത് 46 വരെയാണ്. അത് ഓരോന്നിനും ഓരോ പ്രായപരിധിയാണ്. എന്നാൽ മിനിമം ഇയർ 17 വർഷമാണ്. ഓക്കെ, ഇനി റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് 2 റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഒന്ന് BSLPക്ക് ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, മറ്റു കോഴ്സുകൾക്ക് വേറെ റാങ്ക് ലിസ്റ്റ്. കാരണം നമ്മൾ രണ്ടിനും എലിജിബിലിറ്റി രണ്ടും 2ആണ്. അതുകൊണ്ട് പാരാമെഡിക്കൽ കോഴ്സിനും BSc നഴ്സിംഗിനും ഒരു റാങ്ക് ലിസ്റ്റ്, BSLPക്ക് 2ാമത്തെ റാങ്ക് ലിസ്റ്റ്. ഇതിൽ രണ്ടിലും കുട്ടികൾക്ക് വരികയും ചെയ്യാം. ഓക്കെ, ഇനി റിസർവേഷൻ നോക്കുക. സ്റ്റേറ്റ് മെറിറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന സ്റ്റേറ്റ് മെറിറ്റ് 50%, എല്ലാ കേരളൈറ്റിനും അപേക്ഷിക്കാം. പിന്നെ EWS 10%, ഈഴവ 9%, മുസ്ലിം കാറ്റഗറി 8%, ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കാറ്റഗറി 3%. ഇതൊക്കെ ശതമാനത്തിലാണ്. 3%, ടോട്ടൽ സീറ്റിന് 3%. ഓക്കെ, ധീവര 2%, വിശ്വകർമ്മ 2%, കുശവൻ കാറ്റഗറി 1%, കുടുംബി കാറ്റഗറി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%. ഇവർക്കൊക്കെ 1%. ഇതാണ് റിസർവേഷൻ. ഇനി SC കാറ്റഗറിക്ക് 8%, ST കാറ്റഗറിക്ക് 2%. ഇനി ഇത് കൂടാതെ ചില കോളേജിൽ 1ഉം 2ഉം സീറ്റും ഒക്കെ ആയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. അത് NCC കാൻഡിഡേറ്റിനുണ്ട്, സ്പോർട്സ് കോട്ടയുള്ളവർക്കുണ്ട്, സർവീസ് ഡിഫൻസ്. ഈ സർവീസ് ഡിഫൻസിൽ തന്നെ നിലവിൽ പേരന്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത്, എക്സ് സർവീസ് ആണെങ്കിൽ അത്, ഡിഫൻസിൽ മരണപ്പെട്ടവരോ അംഗഭംഗം സംഭവിച്ചവരാണെങ്കിൽ അതിന് വേറെ റിസർവേഷൻ, പിന്നെ സർവീസ് കോട്ട വേറെ. അതായത് ഒരു കോഴ്സ് എടുത്ത് അവർ സർവീസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സർവീസിൽ നിന്നുകൊണ്ട് അതിന്റെ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആ സർവീസ് കോട്ടകൾ വേറെ. ഇങ്ങനെ കുറെ റിസർവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ നോമിനികള്, സെൻട്രൽ ഗവൺമെന്റ് നോമിനികൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതുകൊണ്ടാണ് ഞാൻ എറ്റ്സെട്ര ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ റിസർവേഷൻ ഉണ്ട്. അതിനൊക്കെ പർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റ് ആണ്, പെർസെന്റേജ് അല്ല, 1ഉം 2ഉം സീറ്റും വെച്ച്. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് ഓരോ കാറ്റഗറിയുടെയും അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും അനുവദിച്ചിരിക്കുന്നതിന് 5% സീറ്റ് ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്കുമുണ്ട്. ഇത്രയുമാണ് റിസർവേഷൻ. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളുടെ ലിസ്റ്റ് നോക്കുക. ഡോക്യുമെന്റുകളുടെ ലിസ്റ്റിൽ നേറ്റിവിറ്റി മസ്റ്റ് ആണ്. കേരളൈറ്റ് ആയിരിക്കണമെന്ന് തെളിയിക്കണം, കാരണം ഈ റിസർവേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ. അപ്പൊ നേറ്റിവിറ്റിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ SLCയുടെ
SLC ബുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ SSLC ബുക്ക് അപ്ലോഡ് ചെയ്യണം, അതേപോലെ +2 മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ OBC കാറ്റഗറി, ഇപ്പോൾ OBCയിൽ ഈഴവ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ NCL അപ്ലോഡ് ചെയ്യണം. ഈ NCL എവിടെ നിന്നുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള NCL ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് EWS കാറ്റഗറി ആണെങ്കിൽ അവരുടെ EWS സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതും ഇവിടെ നിന്നാണ്, വില്ലേജിൽ നിന്നുള്ളതാണ്. അപ്പൊ NCL ആയിക്കോട്ടെ EWS ആയിക്കോട്ടെ വില്ലേജിൽ നിന്നാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റുകൾക്കൊക്കെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഇവിടെ നിന്നുള്ളതാണ്, അത് താലൂക്കിൽ നിന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ OBC കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ NCL ആണ് എടുക്കേണ്ടത്, അത് വില്ലേജിൽ നിന്നാണ്. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ EWS കാറ്റഗറി ആണെങ്കിൽ അതിന്റെ EWS സർട്ടിഫിക്കറ്റും വില്ലേജിൽ നിന്നാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് താലൂക്കിൽ നിന്നാണ്. അപ്പൊ SC/ST കാൻഡിഡേറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി പറയുന്നത് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. NCL എടുത്തതുണ്ടെങ്കിൽ ഉപയോഗിക്കാം, 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് ഫീസ് അളവ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, അതിനും 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഓരോ കാറ്റഗറിയും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ ഏതാണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ, അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും ഒപ്പം അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഫോട്ടോഗ്രാഫിന്റെ ഒപ്പം അതേപോലെ സിഗ്നേച്ചറിന്റെ ഒപ്പം ഈ പറഞ്ഞ ഡോക്യുമെന്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ ആവുക. അപ്പൊ അതും ശ്രദ്ധിക്കുക, ഈ ഡോക്യുമെന്റുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഇപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഈ ഡോക്യുമെന്റ് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി കോഴ്സുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ഒരു ഏകദേശ ധാരണയും കൂടി ഞാൻ ഇതിന്റെ ഒപ്പം പറയാം. ഇനി ഏതൊക്കെയാണ് LBSന്റെ കീഴിൽ വരുന്ന കോഴ്സസ് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സാണ്. ഏകദേശം 12ഓളം കോഴ്സ് വരുന്നുണ്ട്. അതായത് BSc നഴ്സിംഗ്, BSc MLT, പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, BPT, BSLP, BCVT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി, ഡയാലിസിസ്, ഒക്യുപേഷണൽ തെറാപ്പി, ന്യൂറോ ടെക്നോളജി, ഇങ്ങനെ 12ഓളം കോഴ്സാണുള്ളത്. അതിൽ BSc നഴ്സിംഗും BSc MLTയും 4 വർഷത്തെ കോഴ്സാണ്. പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി ഒക്കെ 3 വർഷത്തെ കോഴ്സാണ്. ഇത് കൂടാതെ ഇന്റേൺഷിപ്പ് വേറെയുണ്ട്. ഓക്കെ, BPT 4 വർഷമാണ്. BSLP തുടങ്ങി ഡയാലിസിസ് വരെ 3 വർഷത്തെ കോഴ്സാണ്. ഒക്യുപേഷണൽ തെറാപ്പി 4 വർഷമാണ്. ന്യൂറോ ടെക്നോളജി 3 വർഷമാണ്. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ. ഇനി ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളുടെയും അറൌണ്ട് ഗവൺമെന്റ് കോളേജിലെ ഫീസ് 23,000 ആണ്. ചിലടത്ത് 23 സംതിങ് ആണെങ്കിൽ ചിലടത്ത് 20 സംതിങ് ആണ്. അപ്പൊ എല്ലാത്തിന്റെയും അറൌണ്ട് 23,000 ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഓരോ കോഴ്സിനും ഓരോ കോളേജിനുമുള്ള ഫീ പറയുക. ഇപ്പൊ നഴ്സിംഗിന്റേതാണെങ്കിൽ ഗവൺമെന്റിലാണ് 23,000 അടുത്ത് വരിക. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും എല്ലാം കൂടെ വരുമ്പോൾ അത് 1 lakhന് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ പല കോളേജിലും പല കോഴ്സിനും ഓരോ ഫീ ആണ്. അപ്പൊ അത് പ്രാക്ടിക്കലി എല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ BSc നഴ്സിംഗ് 155ഓളം കോളേജിലുണ്ട്, 14 ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെ. അപ്പൊ പലയിടത്തും പല ഫീ ആണ് എന്നുള്ളതാണ്. പിന്നെ അത് നഴ്സിംഗിന്റെ മാത്രമല്ല ബാക്കിയുള്ളതിന്റെയും ഇതേപോലെയാണ്. അപ്പൊ ഫീയില് ഒരു വലിയ ലിസ്റ്റ്, അപ്പൊ എത്ര സീറ്റ് ഒരു കോളേജിലുണ്ട്, അല്ലെങ്കിൽ ആ കോളേജിൽ എത്രയാണ് ഫീ എന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടാവും. അപ്പൊ അത് ബോർഡിൽ പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിന്റെ പ്രോസ്പെക്ടസിലെ പേജ് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. LBSന്റെ പ്രോസ്പെക്ടസിലെ പേജ് നമ്പർ 42 തുടങ്ങി അങ്ങോട്ട് ഓരോ കോളേജിലും ഓരോ കോഴ്സിനും എത്രയാണ് സീറ്റ് ഉള്ളത്, എത്രയാണ് ഫീ ഉള്ളത് എന്ന് ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് കമ്മ്യൂണിറ്റിയിൽ ആ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സാണ് വേണ്ടത് നോക്കി അതിന്റെ സീറ്റ് നമ്പറും ഫീയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് ബോർഡിൽ പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആ LBSന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഞാൻ ഓൾറെഡി എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, ഇതൊരു പെയ്ഡ് സർവീസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് അയച്ചതിന്റെ പേരിലോ കോൾ ചെയ്തതിന്റെ പേരിലോ നിങ്ങൾ ഒരു ഫീയും അടയ്ക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതിയാവും, ഞാൻ അതിന്റെ റിപ്ലൈ തരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.